ബോസിന് എതിരായിട്ട് അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അധികം അഡ്വക്കേറ്റ് സപ്പോർട്ടായിട്ടുള്ള വിധിയാണ് വന്നത്. ആ വിധിയിൽ പറയുന്ന കാര്യം ഇത് അന്വേഷിക്കണം, ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അന്വേഷിക്കണം എന്താണ് നടക്കുന്നത്. അതിനുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോടതി. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം അതിനെക്കുറിച്ച്. ബട്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ പല വാർത്താ ചാനലുകളും യൂട്യൂബേഴ്സൊക്കെ ഇത് ഏറ്റെടുത്തതിന് സംസാരിച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ള കുറേ കമൻസുകൾ ആളുകൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, ആ കമൻസുകളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 98% ആളുകളും ബിഗ് ബോസ് ഒഴിവാക്കണം, ബിഗ് ബോസ് നിർത്തണം എന്നാണ് പറഞ്ഞത്. വെറും 2% ആളുകളാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്, എന്താണ് അതിൻ്റെ റീസൺ, എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ആളെടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് കാണാറുണ്ട് വെച്ചപ്പോൾ ആ ബിഗ് ബോസ് കാണാറുണ്ട് കുഴപ്പമില്ല ഇത് അവർ സംസാരിക്കുള്ളൂ. പക്ഷേ കമൻസിൽ വരുമ്പോൾ കറക്റ്റായിട്ട് അവർ കാര്യങ്ങൾ എഴുതും. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു, കാര്യങ്ങളിലോട്ട് കിടക്കുന്നു. ഓക്കെ ഗായ്സ്, തുടങ്ങാം. കുറേ അലവരാതികൾ പങ്കെടുക്കുന്ന വൃത്തികെട്ട ഷോ, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. 100% എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് നിർത്തുക. ബിഗ് ബോസിനെതിരെ വാർത്ത കൊടുക്കാൻ ധൈര്യം കാണിച്ച സാറിന് അഭിനന്ദനങ്ങൾ. ബിഗ് ബോസ് നിയമപരമായി നിർത്തലാക്കേണ്ടത് ഈ ചെയ്ത സാറിന് ബിഗ് സല്യൂട്ട്. 100% ശരിയാണ്. അത് മാത്രമല്ല, കൊച്ചു കുട്ടികളുമായി ഇരുന്ന് കാണാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ് സാർ. ചെയ്യുന്നത് ഒരുപാട് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമാണ്. ഇതിന് വന്നും സാറിന് അഭിനന്ദനങ്ങൾ. ഒരിക്കലും പ്രതികരിച്ചില്ലല്ലോ, സാറിന് ബിഗ് സല്യൂട്ട്. ഇത്രയും വൃത്തികെട്ട ഒരു പ്രോഗ്രാം, ഇതിൽ നിന്ന് എന്ത് പോസിറ്റിവിറ്റിയാണ് ജനങ്ങൾക്ക് കിട്ടുന്നത്? ഈ പരിപാടി എത്രയോ മുമ്പ് നിരോധിക്കേണ്ടതായിരുന്നു. കുറേ അലവലാദികൾ എന്തിനും ഏതിനും തുനിഞ്ഞിറങ്ങിയിട്ടുള്ള കുറേ എണ്ണം. സംസ്കാരമില്ലാത്ത പരിപാടി. മോഹൻലാലിനെ പോലെയുള്ള ഒരു ജനപ്രിയ നടൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുവാൻ പാടില്ലാത്തതായിരുന്നു. ഇതുപോലുള്ള സംസ്കാരമില്ലാത്ത പരിപാടികൾ ആരും തന്നെ അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ട നിയമങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതുമാത്രമല്ല, ജാസ്മിൻ ഗബ്രി കാണിക്കുന്ന കാര്യങ്ങൾ അതും കംപ്ലൈൻറ്റ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവരുടെ കാമലീലകൾ കാണിക്കുന്നു, അതും ഫാമിലിയായി കാണാൻ പറ്റാത്ത രീതിയിൽ. കേസ് രജിസ്റ്റർ ചെയ്യണം. ക്യാഷ് നമുക്ക് പിരിവ് എടുത്താണേലും പേ ചെയ്യാം. ജാസ്മിനെ പുറത്താക്കണം, ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പൂട്ടണം, ഇല്ലെങ്കിൽ ബിഗ് ബോസ് നടത്തുമ്പോൾ 18+ കാണിക്കണം. എന്തല്ലേ ഒരുപാട് കമൻസ്. മോഹൻലാൽ കോടികളാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് ഒരു വൃത്തികെട്ട പരിപാടിയാണ്. ഈ ഷോ എന്തെങ്കിലും മെസ്സേജ് നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഓക്കെ, പിന്നെ അടുത്ത കമൻറ്റ്, കുട്ടികൾക്ക് പോലും ഇരുന്ന് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് തരം താഴ്ന്നു പോയി ബിഗ് ബോസ്. ബിഗ് ബോസ് ബാർ ചെയ്യണം. സത്യം, ഇതിന് റോക്കിക്കെതിരായി സിജോയ്ക്കും വീട്ടുകാർക്കും ആരോപണമില്ലെങ്കിൽ പോലും പോലീസ് അല്ലെങ്കിൽ ബിഗ് ബോസ് റോക്കിക്കെതിരായി കേസ് എടുക്കണം. കാരണം ഇനിയുള്ള സീസണിൽ മത്സരാർത്ഥികൾ ഈ ഇടിച്ചാലും കുഴപ്പമില്ല, ഷോയിൽ നിന്ന് പുറത്താകുമെന്നേ ഉള്ളൂ എന്ന ചിന്താഗതി വരും. അത് എല്ലാ ബിഗ് ബോസ് ഷോയിലും ബാധിക്കും. അതുകൊണ്ട് റോക്കിക്കെതിരെ ക്രിമിനൽ കുറ്റം എടുക്കണം എന്നാണ് എൻ്റെ പക്ഷം. ഒരിക്കൽ പോലും ഈ പരിപാടി കണ്ടിട്ടില്ല, കാണാനും താല്പര്യമില്ല. എന്തിനാണ് ഇത്തരം പരിപാടികൾ? ഒന്നും അറിയില്ല. മനുഷ്യന്മാർ ഏതുതരം വരെ ചിന്തിക്കുന്നു. കീപ്പോട്ടാണ് മിക്കവരുടെയും നിലവാരം. കുറച്ചു പേർ മാത്രം ചിന്തിക്കുന്നു. ദയവായി പൊതുജനങ്ങൾ ഇതൊക്കെ ബഹിഷ്കരിക്കും. ഇതുപോലെയുള്ള ഒരു വേശ്യാപണി ചെയ്യുന്ന പരിപാടി വേറെയില്ല. ബിഗ് ബോസ് നിർത്തണം. ഇത്രയും വൃത്തികെട്ട ഒരു അനാശ്വാസ പരിപാടി വേഗം നിർത്തലാക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ വായിച്ച സെയിം കമൻസൊക്കെ തന്നെ കേട്ടോ. വളരെ പെട്ടെന്ന് നിർത്തണം ഈ ഷോ. യുവാക്കളെ വഴിതെറ്റിക്കുന്നത്, ഒരു പുതിയ സംസ്കാരം ഇതിൽ നിന്ന് ഉടലെടുക്കുന്നത്. ഇടി കിട്ടിയവർ എന്ത് സംഭവിച്ചാലും മിണ്ടുകയില്ല, കാരണം വലിയ തുക കിട്ടും. കേസ് കൊടുത്ത അഡ്വക്കേറ്റിന് അഭിനന്ദനങ്ങൾ. ഇത്രയും വൃത്തികെട്ട പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തണം. ഈ പരിപാടി നിർത്തലാക്കണം. നമ്മുടെ കുട്ടികൾ ഇത് കാണുന്നു. വൃത്തികെട്ട പ്രേമരംഗങ്ങൾ ജനം കാണണോ? ഇത്രയും വൃത്തികെട്ടവരെ 100 ദിവസം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് നന്ദി പറയണം. പക്ഷേ ഇവിടെ തോന്നിവാസം മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യരുത്. അതൊരു അടിപൊളി കമൻ്റ് കേട്ടോ. ഇത്രയും വൃത്തികെട്ടവരെ 100 ദിവസം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് നന്ദി. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമൻ്റാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വളരെ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും വൃത്തികെട്ട റിയാലിറ്റി ഷോ ലോകത്തുണ്ടാകില്ല. ഉടൻ നിർത്തലാക്കുക. ബിഗ് ബോസ് നിർത്തണം.
ഈ തള പരിപാടി എന്നോ നിർത്തി വെക്കേണ്ടതാണ്. വക്കീലിന് അഭിനന്ദനങ്ങൾ. കോടതി ശക്തമായ നടപടി വേണം. ബിഗ് ബോസ് 1 ആദ്യം തുടങ്ങിയ കാലത്ത് തന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പരിപാടി. കോടതി ശക്തമായ നടപടി സ്വീകരിക്കണം. എല്ലാവർക്കും കാണാൻ പറ്റിയതായിരിക്കണം. 2 അവിടെ കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ ജനം എന്തിന് കാണണം? കോടതി ഇടപെട്ട് 2 പുറത്താക്കി ശിക്ഷയും കൊടുക്കണം. അതൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നർത്ഥം. അത് അവിടെ ജാസ്മിനും ഗബ്രി അവിടെ കാണിക്കണേനൊന്നും ഇപ്പം കോടതി പിടിച്ച് ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഈ പോക്കിനെ അത്ര ഇവിടെ തടയണം. ഞാൻ നല്ല കമൻറ്റ് നോക്കി വായിക്കാട്ടോ, കാരണം നമ്മൾ ഡിഫറെൻറ്റ് കമൻറ്റാണ് നോക്കുന്നത്. ഈ പരിപാടി സർട്ടിഫിക്കറ്റ് എടുക്കണം. പിന്നെ ഉള്ളത്, ഒരു കുടുംബം കലക്കി പരിപാടി. എന്തുട്ട് പരിപാടി? ഒരു കുടുംബം കലക്കിയത് ഉദ്ദേശിച്ച് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യമാണെന്ന് മനസ്സിലായി. കാരണം ഓൾറെഡി ജാസ്മിൻ്റെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതോടുകൂടി ബ്രേക്കപ്പ് ആയിപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അത് കറക്റ്റാണ്. പിന്നെന്താ, ഇതൊരു അനാശ്വാസ പരിപാടിയല്ലേ എന്ന് തോന്നൽ. കുറേയൊക്കെ അതിലുണ്ട് ബിഗ് ബോസിൽ. കാരണം ഇപ്പോഴത്തെ സീസൺ നോക്കുമ്പോൾ ജാസ്മിൻ്റെയും ഗബ്രീൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ, സംസാരവും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ്. അപ്പം അത് പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ഈ വക ക്രൂരകൃത്യങ്ങളും പ്രേമ വൈകൃതങ്ങളും ഇല്ലാത്തൊരു ഗെയിം പ്ലാൻ ബിഗ് ബോസ് എന്ന പരിപാടി നടത്താൻ പറ്റില്ലേ? കഷ്ടം തന്നെ ഇത്തരം തള പരിപാടി. കറക്റ്റാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ വൃത്തികെട്ട ആശയങ്ങളോടൊക്കെ ഈ ബിഗ് ബോസ് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അതൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആണ്. അവർക്കത് അതിനുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാം. പക്ഷേ അവരിതുവരെ അതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം സൈക്കാട്രി എടുത്ത് ഗബ്രി സൈക്കാട്രിയുമായിട്ടുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ കൂടുതൽ സപ്പോർട്ടാണ്, അങ്ങനെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബിഗ് ബോസിനൊക്കെ എന്തായാലും ഇതിനെ ഒരു കൺട്രോൾ വെക്കാൻ പറ്റും. ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നൊരു മെസ്സേജ് ആയാലും അല്ലെങ്കിൽ ഡ്രാമയാണെങ്കിൽ വാട്ടവർ ഇറ്റ് ഈസ്, ഒരു കളിക്കുന്ന റിയലാണെങ്കിൽ കൂടി അവർക്കൊരു ഇത് കൊടുക്കാം, റൂൾസ് കൊടുക്കാം. പക്ഷേ അതൊന്നും അവർ ചെയ്യുന്നില്ല. അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷോ ആണ്. അവർക്ക് കൂടുതൽ വ്യൂസ് വരണം, ആളുകൾ കാണണം. അതുപോലെ തന്നെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാൽ ഈ കമ്മലിടുന്ന ആൾക്കാർ ഇത് കാണുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ അറിയണത്. അപ്പോൾ ആളുകൾ കാണുന്നുണ്ട്. അതന്നെ അവരുടെ ആവശ്യം. ഏഷ്യാനെറ്റിൻ്റെ ഈ കമ്പനിയുടെ ഒക്കെ ആവശ്യം തന്നെയാണ്, ഇതിൻ്റെ അതോറിറ്റിയുടെ ആവശ്യം തന്നെയാണ്. ഓക്കെ, ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനിയുടെ എല്ലാവരും ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഇത് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റ്സ് നോക്കാം കേട്ടോ. നല്ല കമൻറ്റ്സുകൾ വരാനാണ് ഞാൻ നോക്കുന്നത്, കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളടുത്ത് പറയണം. അതിന് വേണ്ടിയിട്ട് നല്ല നല്ല കമൻറ്റ്സുകൾ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. കോളനി പരിപാടി വളരെ തരം താഴ്ന്നു, വായിൽ തോന്നിയത് എന്തും പറയുന്നു. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ചിലപ്പോൾ കൊലപാതകം നടക്കും. അപ്പോൾ പിന്നെ മോഹൻലാൽ നിക്കറിട്ട് നിൽക്കേണ്ടി വരും. പിന്നെന്താ, എത്രയൊക്കെ ക്യാമറ വെച്ചാലും കഴുത്തിൽ കൂടി മൈക്ക് തൂക്കിക്കിട്ടാലും അതൊക്കെ മറന്നിട്ട് ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയാണ് സ്വകാര്യമായി ബെഡ്റൂമിൽ പെരുമാറുന്നത് അതുപോലെയാണ് പല ജോഡികളും പെരുമാറുന്നത്. കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത 4ാം കിട വെറും അഡൽസ് ഓൺലി പ്രോഗ്രാം. ശരിയാണ്, അതിലെ പല സംഭാഷണങ്ങളും പല രീതിയിലുള്ള കാട്ടിക്കൂട്ടൽ, അതിന് ഗബ്രിയായാലും ജാസ്മിനായാലും മറ്റുള്ള ആരായാലും പിന്നെ പല രീതിയിലുള്ള സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു കുട്ടികളെ കൂട്ടിയിരുത്തി കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്. ഒരു വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇത്രയും ഇപ്രാവശ്യം ഇങ്ങനെ ആക്കിയിട്ടുള്ളത്? കാരണം ഇതിന് മുമ്പ് സീസണൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ എന്താണ് ഇതിന് ഇത്രയും കൂടുതൽ വിമർശനങ്ങൾ? കാരണം അവരെ അതിന് സപ്പോർട്ട് ചെയ്യാണ്. ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീമും അവർ സപ്പോർട്ട് ചെയ്യാണ്. അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു ദിവസമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അതോടുകൂടി നിർത്തി. ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റാണ്. ഒരു ഫാമിലി ആയിരിക്കും ഇരുന്ന് കണ്ടിട്ടുണ്ടാവുക, അവിടെ നിർത്തിയെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടാണ് തലമുറകൾ വഴി തെറ്റുന്നത്. എന്തുദ്ദേശത്തിലാണ് ഈ പരിപാടി ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. സമൂഹത്തിന് എന്ത് ഗുണമാണ് ഈ പ്രോഗ്രാം കൊണ്ടുള്ളത്? തള പ്രോഗ്രാം സത്യത്തിൽ ഒരു ഗുണമില്ല. ഈ പ്രോഗ്രാം കൊണ്ട് സത്യമാണ്. ബിഗ് ബോസ് കൊണ്ട് ഞാൻ യാതൊരു ബെനിഫിറ്റും കണ്ടില്ല. പക്ഷേ അതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്, വേറെ ഒന്നും പറയാനില്ല. ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ. ഇപ്പോൾ സീരിയൽ കൊണ്ട് ഇപ്പോൾ എന്താ ഗുണമുള്ളത്? സീരിയൽ കൊണ്ട് എന്ത് മെസ്സേജാണ് തരുന്നത്? അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ, അത്രേ ഉള്ളൂ ബിഗ് ബോസ്. അല്ലാതെ കൂടുതലിപ്പോൾ നമ്മൾ ബിഗ് ബോസിന് എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വല്ല മറ്റുള്ള ടാലൻറ്റ്
ബിൽഡ് ചെയ്യുന്ന വല്ല പ്രോഗ്രാമോ, ക്വിസ് പ്രോഗ്രാമോ, അല്ലെങ്കിൽ ഡാൻസ് പെർഫോമൻസോ, സിംഗിങ്ങോ, അങ്ങനെയുള്ള ടാലൻറ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം നമ്മൾ വാച്ച് ചെയ്യേണ്ടി. പക്ഷേ ബിഗ് ബോസ് ഇതൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. അവിടെ ഒരു റിയലായിട്ട് നമ്മളവിടെ പ്ലേ ചെയ്യണം, ഗെയിം കളിക്കണം, കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. 100 ദിവസം നമ്മൾ പുറം ലോകമായിട്ട് അത് ബന്ധമില്ല, നമ്മുടെ യാതൊരു കണക്ഷനും ഇല്ല. നമ്മളവിടെ ആ ടീമിൻ്റെ കൂടെ നിൽക്കുക. അതാണ് ബിഗ് ബോസ്. ഈ പ്രോഗ്രാം ആദ്യത്തെ തവണ കോവിഡിന് മുമ്പത്തെ മുഴിപ്പിക്കാൻ നിർത്തിയതിൽ പിന്നെ ഈ പറ്റിക്കൽ പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. യുവതലമുറയെ വഴിതെറ്റിക്കാൻ ഉണ്ടാക്കിയൊരു പ്രോഗ്രാം, ഏകലോകത്തെ പഠനത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന ഒരു പ്രോഗ്രാം, 2 കെട്ടിയവനെ കൊണ്ടുവന്ന് അവൻ്റെ ഉമ്മാക്കി എല്ലാം ജനത്തെ കാണിച്ചൊരു ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, ഓക്കെ, ബാഡ് വേർഡാണ് അത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തേതാണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇവൻ മറന്നുപോയി, ആ 2 കല്യാണം കഴിച്ച ആളെ പേരുണ്ടല്ലോ എൻ്റെ വായിലിപ്പോൾ. മൈ ഗോഡ്, ഞാൻ യൂട്യൂബ് വീഡിയോ വരെ ചെയ്തതാണ്. ഇതാണ് എനിക്ക് മറവി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മറവി. ആരാണത്? ബഷീറിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടോ. ബഷീറിനെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്ന കേസാണ് പറഞ്ഞത് ആദ്യത്തെ തവണ. അപ്പോൾ അതാണ് ഈ 2 കെട്ടിയവനെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ആദ്യത്തെ തവണ വന്ന ബഷീറിൻ്റെ കേസാണ് പറയുന്നത്. അടുത്ത് നിർത്തലാക്കുക വേണം, അല്ലെങ്കിൽ സത്യസന്ധമായി ഷോ കാണിക്കണം. ഇഷ്ടമുള്ള ആൾക്കാർക്ക് കപ്പ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടി കുറേ പ്രഹസനങ്ങൾ കാണിച്ചു. പ്രേക്ഷകരെ പറ്റിക്കുന്നു, വോട്ട് വാങ്ങിക്കുന്നു, വോട്ട് റിസൾട്ട് പബ്ലിക്കലി കാണിക്കുന്നില്ല. ഇതെല്ലാം കറക്റ്റായി പ്രേക്ഷകരെ കാണിച്ചാൽ ഷോ കാണിച്ചാൽ നല്ലത്. ശരിയാണ് കേട്ടോ. എനിക്കറിയില്ല, ബിഗ് ബോസ് കറക്റ്റായിട്ട് വോട്ടിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണോ അത് കിട്ടുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആളുകളെ കീപ്പ് ചെയ്യുന്നത് ഏത് ബേസിസിലാണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു കാര്യം കുറേയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും. കാരണം കറക്റ്റ് ഒരു പ്രോസസ്സിംഗ് ഒന്നും അല്ല ഇതിൽ പോകുന്നത്. കാരണം നമ്മൾ മണ്ടന്മാരായിട്ട് വോട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. ബിഗ് ബോസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അവർ ആർക്കാണ് പ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി അത് തീരുമാനിച്ചിട്ടുണ്ടെന്നോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഇതിലുള്ള ആളുകളൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ആൾറെഡി കപ്പ് കൊടുക്കേണ്ട ആൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെ കുറേ കാര്യം ഉണ്ടാവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഈ കാര്യം സത്യമാണ്, വോട്ടിങ് കാര്യങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല. ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്? നമ്മൾ കുറേ ആൾക്കാർക്ക് ഡെയിലി ഇങ്ങനെ വോട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ, ഡെയിലി ബേസിലേ വോട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിലാർക്ക് വോട്ട് ചെയ്തിട്ടില്ല, എന്നാലും വോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആർക്കാണ് ഇത് കിട്ടുന്നതെന്നും ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് ബേസിലാണ് ആൾക്കാർ കീപ്പ് ചെയ്യുന്നതെന്നും എലിമിനേറ്റ് ചെയ്യുന്നതെന്നും ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് നടക്കുന്നത് ബിഗ് ബോസ്. ഞാൻ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമാണ്. അതനുസരിച്ച് ബിഗ് ബോസിന് ഉള്ള കാര്യം ഉള്ളതുപോലെ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുന്ന ഒരാളുമാണ്. ഓക്കെ, ഞാൻ 2 വശത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം എൻ്റർടൈൻമെൻറ്റിൻ്റെ വശം നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ വേണം. പക്ഷേ അതിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അവരൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സത്യത്തിൽ അത് ഇല്ലാത്തത് കാരണമാണ് ഞാനിപ്പോൾ ഇതിനിങ്ങനെ ഈ രീതി പറയാൻ കാരണം. ഓക്കെ, പിന്നെയുള്ള കമൻസുകൾ, പരസ്യമായ വ്യഭിചാരം ബൈ ഏഷ്യാനെറ്റ്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സെയിം ഈ വിഷയം കൊണ്ടായിരിക്കും, അതാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ അടുത്ത കാലത്ത് പുറത്തിറങ്ങുന്ന സിനിമകളിൽ പുകവലിയും മദ്യപാനവും കൂടുതലാണ്. ഈ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നു. ഇതിനെതിരെ ആര് കോടതിയിൽ കേസെടുക്കും? സോറി, ദിസ് ഇസ് നോട്ട് ദാറ്റ്. ഇതാ കമൻ്റ് അല്ല കേട്ടോ, അത് വേറെ എന്തോ ഇതിലടി കൊണ്ടിട്ടതാണ്. പണമുണ്ടാക്കാൻ മോഹൻലാൽ എന്ത് വൃത്തിയുടെ പ്രവൃത്തിയും ചെയ്യും. ഇപ്പോൾ മോഹൻലാലിനെതിരെയാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മോഹൻലാലാണല്ലോ ഇപ്പോൾ ഈ ഷോയിലെ കാസ്റ്റ് ചെയ്യുന്ന ആൾ. മോഹൻലാലാണ് കൂടുതലായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഐ ഡോണ്ട് നോ, ഇതിനെക്കുറിച്ച് അറിയില്ല. കാരണം മോഹൻലാലിന് ഇതിൻ്റെ റോൾ എന്താണെന്നുള്ളത്. മോഹൻലാൽ അതിൻ്റെ ഒരു കാസ്റ്റ് ചെയ്യുന്ന ആളായിട്ട് മോഹൻലാലിന് അതിൻ്റെ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും വാങ്ങുന്ന ഒരാളാണ്. മോഹൻലാലിൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചിലപ്പോൾ മോഹൻലാലും ഇതിൻ്റെ കാസ്റ്റിംഗ് റോള് മാത്രമാണെങ്കിൽ, വേറെ ഒരു റോളും മോഹൻലാലിന് ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വെറുതെ മോഹൻലാലിനെ കുറ്റം വേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. കുറേ കമൻസ് ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കത് കുറേ നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് വായിച്ചിരുന്ന. കാരണം ഒരുപാട് കമൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട്, ഇതിപ്പോൾ എത്ര കമൻസാണ്? ഇത് ഏകദേശം ഒരു 1000-2000 കമൻസുകൾ നെഗറ്റീവാണ് കേട്ടോ. ഒരു കമൻറ്റ് പോലും സപ്പോർട്ട് ചെയ്ത കമൻറ്റ് ഞാനിതിൽ കണ്ടില്ല. കാരണം അത്രയും കമൻസ് വരുന്നത് മൊത്തം ബിഗ് ബോസിന് എഗെയിൻസ്റ്റാണ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 2% പോലും എനിക്കിത് പറയാനില്ല. അത്രയും ആളുകൾ ബിഗ് ബോസിനെ എതിർക്കുന്നുണ്ട്. ബിഗ് ബോസ് വേണ്ട, ബിഗ് ബോസ് ബാർ ചെയ്യണം, അതിന് യാതൊരു മെസ്സേജും കിട്ടുന്നില്ല, ബിഗ് ബോസ് നിർത്തലാക്കണം, ബിഗ് ബോസ് വേശ്യാലയമാണ്, മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംഭവത്തിന് ഏഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നു, എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഇങ്ങനെയുള്ള പല പല സംഭവങ്ങളാണ് ബിഗ് ബോസിന് ഈ സംഭവത്തിന് താഴെ ബിഗ് ബോസിന് ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് താഴെ വന്നിട്ടുള്ള കമൻറ്റ്സ്. ഒരാൾ പോലും ബിഗ് ബോസ് നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടില്ല. സോ സാഡ്. എന്ത് പറയാനല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ജനങ്ങളുടെ ഒരു വീക്ഷണം, അത്രയും ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, അത്രയും കൂടി ജനങ്ങൾ ഈ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അവരത് വീക്ഷിക്കുന്നുണ്ട്, അവർ അനലൈസ് ചെയ്യുന്നുണ്ട്, അവരൊന്നും ബിഗ് ബോസ് വേണ്ട, ബിഗ് ബോസ് മടുത്തു സത്യത്തിൽ. അതല്ല നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്താണ് എനിക്ക് ഈ വീഡിയോന്ന് ഒരു മെസ്സേജ് ബിഗ് ബോസിന് കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ജനങ്ങൾക്കും, പരിപാടിയൊക്കെ നല്ലതാണ്, എൻ്റർടൈൻമെൻറ്റ് പരിപാടി കാണാൻ ഇഷ്ടമാണ്. കാരണം ഒരുപാട് പല രീതിയിലുള്ള പ്രോഗ്രാംസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതിന് നിലവാരം നമ്മൾ നിലനിർത്തണം. ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും. അത് നിൽക്കുന്ന ആളുകളുടെ ക്വാളിറ്റി, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓൾറെഡി കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് പല കാര്യങ്ങളും. ഒന്നത്. രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ കൃത്യമായി നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല. അതൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. അതുപോലെ ഈ പറഞ്ഞ കുട്ടികളും ഫാമിലി എല്ലാം ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ പാടില്ല. വേറെ രീതിയിലോട്ട് പ്രണയം എന്നൊക്കെ പറഞ്ഞ് പല വൃത്തികെട്ട രീതിയിലോട്ട് സംസാരവും കാര്യങ്ങളും ടച്ചിങ്ങും ഒന്നും പാടില്ല. കാരണം അത് വളരെ മോശമാണ്. കാരണം ആർക്കും ഇരുന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ, അപ്പം ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അടിപൊളിയാണ്. പക്ഷേ എനിക്കറിയില്ല ബിഗ് ബോസ് എന്താണ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ജനങ്ങളോട്, ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ വലിയ ഉപദേശകനൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുക. തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തുറന്നടിച്ച് പറയാം, പ്രതികരിക്കുക. പ്രതികരണം എപ്പോഴും നല്ലൊരു പോയിൻ്റ് ഇതുണ്ടാകും. നല്ലൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞല്ലേ. തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കുക. പല ആൾക്കാരും പ്രതികരിച്ചതിൻ്റെ ബേസിസാണ് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. പല കാര്യങ്ങളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതും പലതും നേടിയെടുക്കാൻ സാധിച്ചതും ഉൾപ്പെടെ പ്രതികരിച്ചതിന് ശേഷം, പ്രതികരണശേഷി വന്നതിന് ശേഷം. ഓക്കെ, റിയാക്ഷന് വലിയൊരു പാർട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ.